ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു റൊമാൻറ്റിക് ആനിമേ സീരീസ് ആണ്. പറയുകയാണെങ്കിൽ ഇതൊരു കിടിലൻ റൊമാൻറ്റിക് ആനിമേ സീരീസ് തന്നെയാണ്. നിങ്ങൾ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് ഈ ആനിമയുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര അധികം പോപ്പുലർ ആയിട്ടിരിക്കുന്ന ഒരു ആനിമയാണ്. ഈ സ്റ്റോറിയുടെ വൺ ലൈൻ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഹീറോ പഠിക്കുന്നത് ഒരു ബോയ്സ് സ്കൂളിലാണ്. അതുപോലെ തന്നെ ആ ബോയ്സ് സ്കൂളിന്റെ അപ്പുറത്ത് തന്നെ ഒരു ഗേൾസ് സ്കൂളുണ്ട്. ഈ രണ്ട് സ്കൂളും അടുത്തടുത്താണ് ഉള്ളത്. സോ നമ്മുടെ ഹീറോയും സ്കൂളിലുള്ള ആൾക്കാരെല്ലാവരും ഗുണ്ടകൾ പോലാണ് ഉള്ളത്. എല്ലാവരും വരെ ഒരു റൗഡി പിള്ളേർ പോലാണ് കാണുന്നത്. മെയിൻ ക്യാരക്ടറിന്റെ പേര് റെൻഡാറോ എന്നാണ്. സോ നമ്മുടെ റെൻഡാറോയെ കുറിച്ച് പറയുന്ന സമയത്ത് ആൾക്കാരൊക്കെ പേടിച്ച് ഓടി പോകും. സോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെണ്ണ് നമ്മുടെ റെഡാറോന്റെ അടുത്ത് വരും. പെണ്ണ് വരുന്ന സമയത്ത് നമ്മുടെ റെഡാറോന്റെ ലൈഫ് തന്നെ മാറി പറയും. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് സീരീസിനെ ദിശ ചെയ്യുന്നത്. രണ്ടുപേരുടെയും ലവ് സ്റ്റോറിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ ഈ ആനിമയുടെ പേര് ദ ഫ്രാഗ്മെന്റ് ഓഫ് ദ ഫ്ലവർ എന്നാണ്. ഞാൻ പറഞ്ഞു വിഷിപ്പിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് തുടക്കത്തിന് കാണിക്കുന്നത് ഒരുപാടധികം പെൺകുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. പാട്ടൊക്കെ അപ്പുറത്തെ ബിൽഡിംഗിൽ ഇരിക്കുന്ന നമ്മുടെ ഹീറോയും കേൾക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു ഷോപ്പിന് മുന്നിൽ വെച്ച് 3 കുട്ടികളോട് 2 കുട്ടികൾ സംസാരിക്കുന്നത് ചിതോരി ടൈപ്പ് സ്റ്റൈലുള്ള യൂണിഫോം ഇട്ട വേറൊരു കുട്ടിയെ നിങ്ങൾക്കറിയാമോ, ബോഡിയൊക്കെയുള്ള ഒരു നീളമുള്ള ഒരുത്ത്. ഓക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾ സംസാരിച്ചു വരുന്നത് റെൻഡാറോനെ കുറിച്ചാണോ? ഇല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ റെൻഡാറോ അവന്റെ പുറകി വരികയാണ്. പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്നവൻ പറയുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് പേടിച്ച് കണ്ടവരി ഓടുകയാണ്. എന്താണ് പ്രശ്നം? എന്നോടത് പറയടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. എത്ര പ്രശ്നം ഉണ്ടടാ? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നീ തന്നെയാണ്. നീ എന്തിനാ അവനെ പേടിപ്പിക്കുന്ന പോലെ പോയി നോക്കിയത്? അവര് പറഞ്ഞതൊക്കെ കേട്ടത് വെച്ച് നോക്കുന്ന സമയത്ത് നീ ഏതോ ഒരു ചെറുക്കനെ രാത്രി പിടിച്ച് അടിച്ചെന്നോ അങ്ങനെ ഏതാണ്ടാ കേട്ടത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന് രാത്രി സംബന്ധിച്ച കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മുടെ ഹീറോ താമസിക്കുന്ന വീടിന്റെ വെളിയിൽ ഒരുപാടധികം ശബ്ദം കേൾക്കുകയായിരുന്നു. സോ ഈ ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ വെളിയിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു ചെറുക്കന് ചെപ്പ നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് പോകുന്നു. ആ പയ്യനാണെങ്കിൽ ഒരുപാടധികം വിഷമിച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ചു പോയി. അവൻ എന്നെ കണ്ടപ്പോഴത്തേനെ പേടിച്ച് കണ്ടം വരി വിട്ടു. സോ ഇത് കേട്ടാ നമ്മുടെ രണ്ടാറോന്റെ ഫ്രണ്ട്സ് പറയുകയാണ് ഇതിന്റെ ആ സ്കേറി ആയിട്ടുള്ള ഫേസ് കണ്ടിട്ടായിരിക്കും അവൻ പേടിച്ചോടി പോയിരുന്നത്. സോ അങ്ങനെ അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്തായിരുന്നു ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ അതുവഴി കടന്നു പോകുന്നത്. കണ്ടോട് തന്നെ ആ പെൺകുട്ടികൾ തല മുന്നിച്ച് നടന്നു പോവുകയാണ്. ആ 2 പെൺകുട്ടികളുടെ രാത്രിയിലെ ഒരു പെൺകുട്ടിയുടെ കർച്ചീഫ് താഴെ വീഴുകയാണ്. കർച്ചീഫ് ആണെങ്കിൽ നമ്മുടെ രണ്ടാറോന്റെ ഫ്രണ്ട് ആണെങ്കിൽ ആ പെൺകുട്ടിക്ക് തിരിച്ചെടുത്ത് കൊടുക്കുകയാണ്. ആ പെൺകുട്ടി വളരെയധികം ദേഷ്യത്തോടെ അവനോട് പറയുകയാണ് എപ്പോഴുള്ള ഒരു നായ തൊട്ട കർച്ചീഫ് ഞാൻ ഉപയോഗിക്കുന്നു തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അത് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആ 2 പെൺകുട്ടികളും അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ഈ ഗേൾസ് ഒരിക്കലും മാറത്തില്ല എന്ന് നമ്മുടെ രണ്ടാറോ അവരോട് എല്ലാവരോടും പറയുകയാണ്. സമയത്ത് തന്നെ ഗേൾസ് സ്കൂളിന്റെ ഹിസ്റ്ററി കാണിച്ചു തരികയാണ്. ഈ അക്കാഡമി എന്ന് പറയുന്നത് പണക്കാര് പഠിക്കുന്ന സ്കൂൾ, അധികം ഹാർഡായിട്ടുള്ള സിലബസ് ഉള്ള പണക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന ഒരു സമയത്ത് തന്നെ നമ്മുടെ ബോയ്സ് പഠിക്കുന്ന ചിതോരി അക്കാഡമിയാണ്. ഈ സ്കൂൾ എന്ന് പറയുന്നത് വളരെയധികം പാവങ്ങൾ പഠിക്കുന്ന ലോ സിലബസ് ആയിട്ടുള്ള സ്കൂളാണ്. ഇവിടെ പഠിക്കുന്ന ബോയ്സ് എല്ലാം ലോക്കൽസ് ആണല്ലോ. അതുകൊണ്ടാണ് അപ്പുറത്ത് പഠിക്കുന്ന ഗേൾസിന് ഇവിടെ പഠിക്കുന്ന ലോക്കൽ ബോയ്സിന് ഇഷ്ടപ്പെടാം. സ്കൂളിന്റെ ആ ബിൽഡിങ്ങിൽ തന്നെ കട്ട വരെ ഇട്ടിട്ടുണ്ട്. കാരണം എന്തുവാ, ഇപ്പുറത്തെ സ്കൂളിൽ ബോയ്സിനെ കാണാൻ റിൻഡാറോന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ റിൻഡാറോനെ ഒരു കരോക്കിക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇല്ലടാ എനിക്കിന്ന് വരാൻ പറ്റത്തില്ല, എനിക്കിന്ന് ജോലിയുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോളാം. നമ്മുടെ റിൻഡാറോ പറയുകയാണ് നിനക്ക് എന്തെങ്കിലും ചുറ്റിക്കളി വല്ലതും ഉണ്ടോ? ഫ്രണ്ടിലൂടെ കറങ്ങാൻ വല്ലതും പോവാണ്? പോടെ ഇറക്കാൻ വന്നിറങ്ങി എനിക്കൊന്നുമില്ല. സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മുടെ റിൻഡാറോ ആണെങ്കിൽ ഒരു കേക്ക് ഷോപ്പിലോട്ട് പോവുകയാണ്. പറയുന്നത് നമ്മുടെ റിൻഡാറോന്റെ കേക്ക് ഷോപ്പാണ്. ഒരു കേക്ക് ഷോപ്പ് നമ്മുടെ റിൻഡാറോയ്ക്ക് ഉണ്ടെന്ന് റിൻഡാറോന്റെ ഫ്രണ്ട്സിന് പോലും അറിയത്തില്ല. റിൻഡാറോന്റെ അമ്മയാണെങ്കിൽ ഇവിടെ ഇനി ഒരു കസ്റ്റമർ കൂടെ ഉള്ളൂ, നീ അതിനെ എങ്ങനെയെങ്കിലും അത് ഡീല് ചെയ്യും, ഞാനൊന്ന് ഒരു സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിൻഡാറോന്റെ അമ്മ അവിടെ നിന്ന് പോകുകയാണ്. ലാസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു പെണ്ണായിരുന്നു. പെണ്ണിനെ കണ്ട് നമ്മുടെ റിൻഡാറോയും ഷോക്കാവുന്നു. ആ പെണ്ണ് റിൻഡാറോനെ കണ്ടിട്ട് ആ പെണ്ണും ഒന്ന് ഷോക്കാകുന്നു. നമ്മുടെ റിൻഡാറോനെ കണ്ട് ആ പെണ്ണ് ഒരുപാട് ടെൻഷൻ അടിക്കുകയാണ്. തന്നെ ആ പെണ്ണിന് വേണ്ടി കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം നമ്മുടെ രണ്ടാറോ കൊണ്ട് കൊടുക്കുകയാണ്. ഇത്രയധികം ചെറിയൊരു പെണ്ണ് ഇത്രയധികം ആഹാരം കഴിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മുടെ രണ്ടാറോ ഒന്ന് ഷോക്ക് ആകുന്നുണ്ട്. സമയത്ത് തന്നെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ രണ്ടാറോന്റെ അമ്മ തിരിച്ചു വരികയാണ്. ലാസ്റ്റ് കസ്റ്റമറിനെ ഡീലൊക്കെ ചെയ്തു, പക്ഷേ ഇനി അവർ തിരിച്ചു വരത്തില്ല. അതെന്തുവാ, അത് റെഗുലർ കസ്റ്റമറാ. ആ പെണ്ണിന്റെ പേര് മകൂരി എന്നാണ്. എന്തുകൊണ്ട് അവൾ ഇനി തിരിച്ചു വരത്തില്ല നീ പറഞ്ഞത്? സംഭവം വെച്ചാല് എന്നെ കണ്ടിട്ട് അവള് പേടിച്ച് ഇവിടെ നിന്ന് ഓടിപ്പോയി. പറഞ്ഞ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പിന്നെ ഞാൻ അവളുടെ അടുത്തോട്ട് വരാറില്ല. നമ്മുടെ രണ്ടാറോന്റെ അമ്മ പറയുകയാണ് എടാ അങ്ങനൊന്നും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല, അവൾ ഉറപ്പായിട്ടും തിരിച്ചു വരും. അഥവാ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം. ഇത് കാണിക്കുന്നത് അടുത്ത ദിവസം സ്കൂളിൽ വെച്ചാണ്. അന്നേരവും നമ്മുടെ രണ്ടാരോ ആ പെൺകുട്ടിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. എന്നെ കണ്ടിട്ട് പേടിച്ചു, എനിക്ക് അവളോട് ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രണ്ടാരോ അങ്ങനെ ചിന്തിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ രണ്ടാരോന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കഴിച്ചോ, ഞാൻ കഴിക്കുന്നില്ല, എനിക്കിപ്പോൾ അതിലൊരു മൂഡില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രണ്ടാരോ അവിടെ വെച്ച് നടന്നു പോവുകയാണ്. നമ്മുടെ രണ്ടാരോന്റെ ഒരു ഫ്രണ്ടിന് മനസ്സിലാകുകയാണ്. നമ്മുടെ രണ്ടാരോ വിചാരിക്കുന്നത്
രണ്ടാറും അത്രയ്ക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരെയും മാറ്റി നിർത്തുന്നത്. ഇനിയും ആ പെൺകുട്ടി ഇവനെ കണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ബേക്കറി പോകാതെ നേരെ വീട്ടിലേക്ക് വരികയാണ്. സമയത്ത് തന്നെ നമ്മുടെ രണ്ടാറുടെ അമ്മ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് കയറി വരുന്നു. ഇന്നലെ കണ്ട ആ പെണ്ണിന് നിന്നെ കാണാൻ തന്നെ നമ്മുടെ രണ്ടാറും ഒന്ന് ഷോക്ക് ആകുന്നുണ്ടെങ്കിലും അവിടേക്ക് വന്നിട്ട് അവളെ കാണുകയാണ്. ഞാൻ എങ്ങനെ പറയുന്നേ, ഇന്നലെ ഞാൻ കുറച്ച് വേണ്ടാത്ത രീതിയിൽ പെരുമാറി, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാം. നമ്മുടെ രണ്ടാറോൻ്റെ തന്നെ ബേക്കറിയാണ്. സോ നമ്മുടെ രണ്ടാറോയ്ക്ക് തന്നെ അവളൊരു ട്രീറ്റ് കൊടുക്കുന്നു. നമ്മുടെ രണ്ടാറോയ്ക്ക് ഒരു പീസ് കേക്കാണ് അവൾ ട്രീറ്റ് കൊടുക്കുന്നത്. കുഴി ഒരുപാടധികം ടെൻഷൻ അടിക്കുകയാണ്. സോ ഇത് കണ്ട നമ്മുടെ രണ്ടാറോ ഇത് നീ തന്നെ കഴിച്ചോളാൻ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രണ്ടാറോന്റെ നിർബന്ധം കാരണം അവൾ ആ കേക്ക് കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഡിലീഷ്യസ് ആയിട്ട് വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ആ കേക്ക് കഴിക്കുന്നത്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ രണ്ടാറോയ്ക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം കേക്ക് കഴിക്കുന്ന ഒരു പെൺകുട്ടീനെ കാണുന്നത് എന്ന് നമ്മുടെ രണ്ടാറോ പറയുന്ന സമയത്ത് പറഞ്ഞാൽ എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒരുപാടധികം നേരെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആഹാരം കഴിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്ന് ആ വക്കൂരി പറയുന്നു. അവർ രണ്ടുപേരും അവരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. രണ്ടാറോ ഇപ്പം എനിക്ക് നിന്റെ പേരറിയാം. എന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാരോ വക്കൂരിനോട് ചോദിക്കുന്നു, നീ ഇന്നലെ എന്നെ കണ്ടിട്ട് പേടിച്ചോടിയില്ലായിരുന്നു? ഇത് കേട്ടാ നമ്മുടെ വക്കൂരി പറയുകയാണ്, അല്ല ഞാൻ പേടിച്ചൊന്നും ഓടിപ്പോയതല്ല കേട്ടാണ് എന്നെ ഒരാൾ ഒത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഹൃദയമൊക്കെ ഭയങ്കരമായിട്ട് അടിക്കാൻ വേണ്ടി തുടങ്ങി. നേരം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയത് കേട്ടാ നമ്മുടെ രണ്ടാറോ ചിന്തിക്കുന്നു. എന്നെ പോലെ ഒരാളെ കാണുന്ന സമയത്ത് എല്ലാ ആൾക്കാരും പേടിച്ച് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇവള് എന്തുകൊണ്ടാണ് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ അവരുടെ രണ്ടുപേരുടെ മുഖവും നല്ല രീതിയിൽ തന്നെ ബ്ലഷ് ആകുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് അവിടെ രാത്രിയാവുകയാണ്. ഇതുകൊണ്ട് രണ്ടാറോ പറയുകയാണ്, ഒരുപാട് നീ ഇരുട്ടായി, അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ വരെ ഞാൻ നിന്നെ കൊണ്ടുവിടാം. ഇത് കേട്ട് നമ്മുടെ വക്കൂരി സമ്മതിക്കുകയാണ്. അത് തന്നെ നമ്മുടെ വക്കൂരിക്ക് ഒരു കേക്ക് കൂടെ ഫ്രീ ആയിട്ട് നമ്മുടെ രണ്ടാറോ കൊടുക്കുന്നു. ഇവിടെ സ്റ്റേഷൻ കുറച്ച് അടുത്താ, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ നടന്നു പോക്കോളാം, നിങ്ങൾ ഇവിടെ തന്നെ നിന്ന്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഭയം ഓടിപ്പോയെന്ന്. എന്നോ നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളെ കണ്ട സമയത്ത് എനിക്ക് ചെറുതായിട്ട് പോലും പേടി തോന്നിയിട്ടില്ല. നമ്മുടെ വക്കൂരി അവിടെ നിന്ന് പോവുകയാണ്. കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സീൻ കണ്ടായിട്ട് നമ്മുടെ രണ്ടാറോ ആണെങ്കിൽ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടാറോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും നമ്മുടെ രണ്ടാറോനെ ഇഷ്ടമല്ലായിരുന്നു. കുട്ടികളും നമ്മുടെ രണ്ടാറോനെ തെള്ളി പറയുകയും എല്ലാവരും നമ്മുടെ രണ്ടാറോനെ അഗ്ലി എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയായിരുന്നു. എല്ലാ ആൾക്കാരും ചുമ്മാ നമ്മുടെ രണ്ടാറോനെ ഇട്ട് കളിയാക്കുമായിരുന്നു. ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രണ്ടാറോ ആണെങ്കിൽ അവളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവള് പറഞ്ഞില്ലായിരുന്നു എന്നെ കണ്ട സമയത്ത് അവളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ റേസ് ആയിരുന്നു. അത് മാത്രമല്ല ഞാൻ സ്കെയറി ആയിട്ടുള്ള ഒരാളല്ലെന്നും അവൾ പറഞ്ഞു. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രണ്ടാറോന്റെ അമ്മ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, രണ്ടാറോ വക്കൂരി ആണെങ്കിൽ കേക്ക് മാറിക്കൊണ്ടാ പോയത്, ഇത് അവൾക്ക് കൊണ്ടു കൊടുക്ക് എന്ന് നമ്മുടെ രണ്ടാറോന്റെ അമ്മ രണ്ടാറോനോട് പറയുകയാണ്. ഈ സമയത്ത് തന്നെ നേരത്തെ നമ്മൾ രണ്ടുപേരെ കണ്ടില്ലായിരുന്നു, രണ്ടുപേരും കൂടെ വക്കൂരിനെ വളയുകയാണ്. നീ വളരെയധികം ക്യൂട്ടായിട്ടുണ്ടല്ലോ, അത് മാത്രമല്ല നീ വളരെയധികം ടൈനി ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ വാ, നീ എന്തിനു വേണ്ടിയാണ് ആ അഗ്ലി ആയിട്ടുള്ള രണ്ടാറോന്റെ കൂടെ നടക്കുന്നത്? അത് തന്നെ നമ്മുടെ വക്കൂരിനെ തപ്പി നമ്മുടെ രണ്ടാറോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അധിക സ്ഥലങ്ങൾ തപ്പിയിട്ടും നമ്മുടെ വക്കൂരിനെ കാണാത്ത സമയത്ത് അവള് വീട്ടിൽ ചെന്ന് കാണുമെന്ന് അവൻ വിചാരിക്കുന്നു. സമയത്ത് തന്നെ നമ്മുടെ ഹീറോനെ കുറിച്ച് എന്തൊക്കെയോ ആരോ പറയുന്നത് നമ്മുടെ ഹീറോ കേൾക്കുന്നു. രണ്ടാറോ നീ എന്തിനു വേണ്ടിയാണ് അവന്റെ കൂടെ നടക്കുന്നത്? അവൻ ചിന്തിച്ചു നോക്ക്, അവൻ പഠിക്കുന്നത് ഒരു വൃത്തികെട്ട സ്കൂളിൽ. മാത്രമല്ല അവൻ വളരെയധികം മോശമായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞ് റൂമറുണ്ട്. അതുകൊണ്ട് അത്രയധികം മോശമായിട്ടുള്ള ഒരാളുടെ കൂടെ നീ ഇരിക്കരുത്, നീ എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു. കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ വിചാരിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. മോശപ്പെട്ട സ്കൂളിലാണ് പഠിക്കുന്നത്, അത് മാത്രമല്ല എന്നെ കാണുന്ന സമയത്ത് എല്ലാവരും പേടി. മാത്രമല്ല എന്നെ കുറിച്ച് ഒരുപാടധികം റൂമേഴ്സ് നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ രണ്ടാറോ ചിന്തിക്കുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ വക്കൂരി പറയുകയാണ്, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, ഇവര് പറയുന്നത് ഇതെല്ലാം കൂടെ അല്ലേ നിങ്ങളിപ്പോ എന്നോട് ഒന്ന് പറഞ്ഞത്? ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു പേഴ്സണെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അവരോട് സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ എന്ത് കാരണത്താലാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ചെയ്ത് എന്നെ ഒന്ന് വീട്. അത് മാത്രമല്ല ഇങ്ങനൊന്നും ആരെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടി പാടില്ല. വക്കൂരി അവരോട് പറയുകയാണ്, ഓ അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെ, നീയും അവനും തമ്മിൽ ബന്ധത്തിലായി അല്ലേ? നിന്നെ അവനിൽ നിന്ന് രക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാനായപ്പോ വില്ലനായിട്ട് നമ്മുടെ വക്കൂരിനെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ തന്നെ നമ്മുടെ വക്കൂരിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അടി മേടിക്കുകയാണ്. ആ അടിയുടെ ഇമ്പാക്റ്റിൽ നമ്മുടെ ഹീറോന്റെ ദേഹത്ത് നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്നുമായിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്മാരെ ഒന്ന് നോക്കുന്നു. കണ്ടോണ്ട് തന്നെ അവന്മാര് പേടിച്ചിട്ട് കണ്ട പരി ഓടുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ വക്കൂരി രണ്ടാറോ നിങ്ങളുടെ നെറ്റില് ഒരുപാടധികം ബ്ലഡ് ഇരിക്കുന്നു എന്നുമായിട്ട് തുടച്ചു കൊടുക്കുകയാണ്. കണ്ട നമ്മുടെ രണ്ടാറോ പറയുകയാണ്, അത് കുഴപ്പമില്ല, എനിക്ക് ചെറുതായിട്ട് വേദനിക്കുന്നുള്ളൂ, അതൊന്നും പ്രശ്നമല്ല, ഇമ്പാക്ട് കാരണമാണ് എനിക്ക് ബ്ലഡ് വരുന്നത്, അത് മാത്രമല്ല എന്നോട് ക്ഷമിക്ക്, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. നമ്മുടെ രണ്ടാറോ പറയുകയാണ്. എന്നാൽ ഇത് കേട്ടാ നമ്മുടെ വക്കൂരി പറയുകയാണ്, നീ ഒരിക്കലും സംസാരിക്കരുത്, ഇതൊന്നും നിന്റെ ഫോൾട്ടേ അല്ല, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് മാത്രമല്ല നിന്നെ പോലുള്ള വളരെയധികം കൈൻഡായിട്ടുള്ള ഒരു പേഴ്സണെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ആൾക്കാരൊക്കെ നിന്നെക്കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതും പിന്നെ നിന്നെ കണ്ടിട്ട് പേടിച്ചോടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി
ഒരിക്കലും നിന്നെക്കുറിച്ച് തന്നെ കുറ്റം പറയാൻ വേണ്ടി പാടില്ല. അത് വളരെയധികം കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. തോന്നുന്നു നിങ്ങളെപ്പോലുള്ള ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ ലോകത്ത് വേറെ ഇല്ല. എന്ന സമയത്ത് നമ്മുടെ രണ്ടാറോ നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആകുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടാറിന്റെ ഹാർട്ട് ബീറ്റ് വളരെയധികം നല്ല രീതിയിൽ തന്നെ കൂടുന്നുണ്ട്. എല്ലാവരും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നെ കണ്ട എല്ലാ ആൾക്കാരും പേടിച്ച് ഓടുമായിരുന്നു. എന്നെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. എന്നോട് ആരും ഒന്നും വന്ന് മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷെ എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് ഇങ്ങനെ മിണ്ടുന്നത്. അതും എന്നെ കുറിച്ച് നല്ലതാണ് പറഞ്ഞത്. അതേ സമയത്ത് തന്നെ നമ്മുടെ വക്കൂരിനെ രണ്ടാറോ സ്റ്റേഷനിൽ കൊണ്ടുപിടിക്കുകയാണ്. ഒരിക്കലും നിന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പാടില്ല. അത് മാത്രമല്ല എന്റെ ലൈഫ് രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ടെന്ന് നമ്മുടെ രണ്ടാറോ എന്നോട് പറയുന്നു. നമ്മുടെ രണ്ടാറോ കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നു. നിന്റെ മുറിവിന് വേദനയുണ്ടോ എന്ന് അവൾ വീണ്ടും ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയുന്നു. രണ്ടാറോ നാളെയും നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, ഉറപ്പായിട്ടും വീണ്ടും മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ വക്കൂരിക്ക് ഒരു കോൾ വരികയാണ്. വക്കൂരി പറയുകയാണ് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ ഉടനെ തന്നെ വീട്ടിൽ വരും, ഞാൻ സേഫ് ആണെന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരത്തെ തന്നെ സ്കൂളിലേക്ക് വരികയാണ്. ഹീറോ ആണെങ്കിൽ വളരെയധികം ടയർഡ് ആയതുകൊണ്ട് തന്നെ ഒന്ന് കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവളുടെ മുഖം മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഉറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതേ സമയത്തായിരുന്നു അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് ചെറിയൊരു മൂവ്മെന്റ് വരുന്നത്. ഹീറോയും അത് നോക്കുന്നുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ വക്കൂരിയായിരുന്നു. കണ്ടോടെ തന്നെ നമ്മുടെ ഹീറോ ഷോക്കായിട്ട് കർട്ടനൊക്കെ ഇട്ടിട്ട് സൈഡിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. വക്കൂരി എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ ഹീറോ ഷോക്ക് ആവുന്നിടത്ത് വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവരുടെ സ്കൂളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എന്തായിരിക്കും ഇതിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അവരുടെ സ്നേഹം മുന്നോട്ട് പോകുമ്പോൾ തകരുവെന്നൊക്കെ നമുക്ക് കാണാം. ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സീരീസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. മാത്രമല്ല ഈ സീരീസും ഒരു ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആണ്. 4 എപ്പിസോഡ് റിലീസ് ആയിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ട എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ഇതും പെടും. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സീരീസ് ഇഷ്ടപ്പെടുന്ന ഒരു ശേഷം ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സീരീസ് കാണുന്നത് വേണോ വേണ്ട എന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് തരിക. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇതുവരെ എൻ്റെ ചാനലിൽ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടില്ല. സോ അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറയുക. ഓക്കെ സമയത്ത് എൻ്റെ പോളിസീസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്, എന്നിട്ടും എനിക്ക് ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തെന്ന് പറയുക. അടുത്ത വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. അരികാത്തോ ഗോസിമാസ്.